എൻ്റെ പേര് ഷിജിത്ത് എന്നാണ്. ഇവിടെ എച്ചുപാറ തന്നെയാണ് വീട്. ജനിച്ചതും വളർന്നതൊക്കെ ഇവിടെ തന്നെയാണ്. ഇവിടെ ഇപ്പോൾ ട്രൈബൽ ആൻറ്റി കോച്ചിങ് മാസ്റ്ററായിട്ടാണ് ജോലി ചെയ്യണത്. 4 കൊല്ലമായി ജോലിക്ക് കയറിയിട്ട്. അതിന് മുന്നോട്ട് ടൂറിസ്റ്റ് ഗൈഡായിട്ടാണ് വർക്ക് ചെയ്തത്. ഞങ്ങളിന്ന് കാട് കാണിക്കാനൊക്കെ കൊണ്ടുപോയില്ലേ, അതേപോലെ ഒരാളായിട്ടാണ് നടന്നത്. അങ്ങനെ ആ യാത്രയിലാണ് നമ്മൾ കാടുകളെ കുറിച്ച് കൂടുതൽ പഠിക്കാനൊക്കെ ആയിട്ട് തുടങ്ങിയത്. അപ്പം അങ്ങനെ ഒരുപാട് യാത്രകൾ നടത്തിയതിൻ്റെ ഫലമായിട്ട് കുറേ അറിവുകളൊക്കെ കാട് തന്നെ നേരിട്ട് തരാമെന്നൊക്കെ പറയും. പിന്നെ കുറച്ച് ബുക്ക് റീഡിങ്ങും പിന്നെ കാടിനറിയുക എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിട്ട് മാറി. അപ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് കൂടുതൽ പഠിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഒരുപാട് നടത്തിയിട്ടുണ്ട്. അത്യാവശ്യം പൂമ്പാറ്റകളെ കുറിച്ചാണ് ഞാൻ കൂടുതൽ ആദ്യം പഠിച്ചത്. അപ്പോൾ അത്യാവശ്യം പൂമ്പാറ്റകളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യും. എന്ന് വെച്ചാൽ ഒരു ഗൈഡ്, നിങ്ങൾക്കറിയാലോ, ഒരു ഗൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൂമ്പാറ്റയിലോ ഒരു പക്ഷിയിലോ ഒതുങ്ങുന്നതല്ല. എല്ലാത്തിനും കുറിച്ചൊരു ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. കാരണം വരുന്ന ഗസ്റ്റുകൾ എന്തിനെ കുറിച്ചാണ് ചോദിക്കാമെന്നൊരു പിടിപാടുണ്ടാവില്ല. ചിലപ്പോൾ ആനകളെ കുറിച്ച് ചോദിക്കുന്നവരുണ്ടാവും, പക്ഷികളെ, കാടിൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ എല്ലാത്തിനും കുറിച്ച് പഠിച്ചു. അപ്പോൾ അത്യാവശ്യം എല്ലാത്തിനും കുറിച്ചൊരു ചെറിയ അറിവൊക്കെ എന്തായാലും ഉണ്ട്. ഞാൻ വനയാത്രയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണല്ലോ അല്ലേ? ഒരുപാട് നടത്തിയിട്ടുണ്ടോ വനയാത്രകളൊക്കെ? കുറച്ചെന്ന് പറഞ്ഞാൽ എവിടെയൊക്കെ പോയിട്ടുണ്ടാവും ഏകദേശം? വാൽപ്പാറൊക്കെ ഇങ്ങനെ വെറുതെ ട്രക്കിംഗ് പോലെ അല്ലേ? നേച്ചർ ക്യാമ്പ് ഇതേപോലെ ക്യാമ്പും ക്ലാസ്സുകളൊക്കെ കിട്ടിയിട്ടുണ്ടോ? അല്ല, നിങ്ങളെ എത്രത്തോളം ആയിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് വേണം അതിനനുസരിച്ച് സംസാരിക്കാന്ന് വെച്ചിട്ടാണ്. ആദ്യമായിട്ടാണല്ലേ? വനയാത്രകൾ സാധാരണ നടത്താറുണ്ട്, ഇതേപോലെ കാടുകൾക്കുള്ളിൽ നടന്നുകൊണ്ട് ചെയ്യാറുണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ കൂടുതൽ താല്പര്യമുള്ളൊരു സംഭവമാണ് വനയാത്രകൾ. നമ്മൾ എപ്പോഴും നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. എപ്പോഴും നമ്മൾ ഓരോ വനയാത്രകളും നമ്മളൊരു അനുഭവമാക്കി മാറ്റാനുള്ള ശ്രമം വേണം. കാരണം ഓരോ യാത്രയും നമ്മൾ കാടിനെ മനസ്സിലാക്കാനായിരിക്കണം നടക്കേണ്ടത്. പലപ്പോഴും നമ്മുടെ ഒരു കാഴ്ചപ്പാടിൽ ഒരു 90% ഞാൻ യാത്ര നടത്തിയപ്പോഴുള്ള ഗസ്റ്റുകളെ കയ്യിൽ കിട്ടിയിട്ടുള്ള യാത്രകളിൽ എപ്പോഴും കാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഒരു കാണാൻ ആഗ്രഹിക്കുന്നത് ആന, കാട്ടുപോത്ത്, പുലി, കടുവ, ഇതാണ് പറയാറ് പലപ്പോഴും യാത്രയിൽ. അപ്പോൾ നമ്മൾ ഒരു കാട്ടിലേക്ക് കയറുമ്പോൾ ആ കാട് എന്താണ്, ആ കാട്ടിൽ എന്താണ് കൂടുതൽ കാണാൻ സാധ്യത, അത് മനസ്സിലാക്കാറില്ല എപ്പോഴും യാത്രകളിൽ. ഓരോ കാടിനും ഓരോ പ്രത്യേകതകളുണ്ട്. അവിടെ ജീവിക്കുന്ന ജീവിജാലങ്ങൾക്ക് പ്രത്യേകത ഉണ്ട്. ഇപ്പോൾ നമ്മളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന മൃഗങ്ങളൊക്കെ പെട്ടെന്ന് കാണുന്ന കാടുകൾ ഉണ്ടായിരിക്കില്ല. ഇപ്പം ചിമ്മിനീനെ സംബന്ധിച്ച് നിങ്ങൾ ഇന്ന് യാത്ര ചെയ്തിട്ട് ഏതെങ്കിലും മൃഗത്തിനെ കണ്ടോ? അത് ഓരോ കാടിൻ്റെ പ്രത്യേകത. ഈ ഒരു കാടിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഞങ്ങൾ കുറച്ച് തേക്ക് പ്ലാന്റേഷനാണ്. ഇവിടുന്ന് ചെല്ലുമ്പോൾ കയറിപ്പോൾ കണ്ടു തേക്കൊക്കെ കുറേ പ്ലാന്റേഷനാണ്. അത് കഴിഞ്ഞാൽ ഇലപ്പൊഴിയും കാടുകളുണ്ട്. പിന്നെ നിങ്ങൾ ഏകദേശം 1 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കൊരു സെമി എവർഗ്രീൻ ഫോറസ്റ്റ് ആണ്. ഒരു ഇറക്കത്തിക്ക് ഇറങ്ങുമ്പോൾ ഒരു ഇരുട്ട് പോലെ തോന്നിയില്ലേ, ആ ഒരു കാടുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, നിങ്ങൾ ഇവിടെ നാട് കാട്ടിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ വൃക്ഷങ്ങളും ഇപ്പം നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ട് ഷെർബ് ട്രീസ് എന്ന് പറഞ്ഞ 3 തട്ടുകളാണ് മരങ്ങളൊക്കെ നിൽക്കാന്ന് പറയുന്നത്. അത്തരത്തിലുള്ള മരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഷെർബ് എന്ന് പറയുന്ന ഈ പാണല്, കമ്മ്യൂണിസ്റ്റ് പച്ച, അത്തരത്തിലുള്ള ചെടികളൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ ഈ കാട്ടിൽ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ വളരെ സൈലൻ്റ് ആയിട്ട് പോയിട്ടില്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അകലെയുള്ള മൃഗങ്ങളെ നമുക്ക് കാണാൻ പറ്റില്ല. കാരണം നമുക്ക് കാഴ്ച എന്ന് പറയുന്നത് ഒരു 10 മീറ്ററിനുള്ളിലായിരിക്കും. കാരണം അതിനപ്പുറത്തേക്ക് നമുക്ക് ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇത്ര വലിയ ഗ്രൂപ്പൊക്കെ കാട്ടിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ സാന്നിധ്യം കാട്ടിലെ ഏതെങ്കിലും ജീവിജാലങ്ങൾ അറിഞ്ഞാൽ മാറും. ഒരു ജീവിജാലങ്ങളും നമ്മളെ കാണണം അല്ലെങ്കിൽ നമ്മളായിട്ട് ഇടപഴകണം എന്ന് ആഗ്രഹിച്ച് ജീവിക്കുന്നവരല്ല. കാരണം വന്യജീവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വന്യത കാത്തു സൂക്ഷിക്കുകയാണ്. അല്ലാണ്ട് നമ്മളിപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മൾ അതിരപ്പള്ളിയൊക്കെ പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ചില കുരങ്ങുകളൊക്കെ വന്ന്, ചിലതൊന്നല്ല അവിടെയുള്ള എല്ലാ കുരങ്ങുകളും നമ്മൾ ഭക്ഷണം വാങ്ങിക്കഴിഞ്ഞാൽ അത് തട്ടിപ്പറിക്കുന്ന ആൾക്കാരെ. ഇപ്പോൾ അതിരപ്പള്ളി പോയിട്ടില്ലേ നിങ്ങൾ? ഭയങ്കര ഭീഷണിയാണ് നമുക്കൊക്കെ. അതിനൊന്നും ഒരിക്കലും വന്യജീവി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം കാടിൻ്റെ വന്യത, അവരാ കാട്ടിൽ നടന്ന് അവർ തന്നെ ഫുഡൊക്കെ കളക്ട് ചെയ്യുന്നൊരു കഴിവ് ഒക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞേക്കണം. ഇവിടെ നിങ്ങൾ വന്നിട്ട് ഏതെങ്കിലും ഒരു കുരങ്ങ് ശല്യം ചെയ്തോ? കണ്ടോ? കണ്ടു അകലെന്ന്. പക്ഷെ നമ്മൾക്ക് കുറച്ച് അടുത്തേക്കൊന്നും വന്നിട്ടില്ലല്ലോ. നമ്മൾ കാണുമ്പോൾ ഓടി മറിയും, അല്ലെങ്കിൽ മരത്തിന് മേലെ അവരുടെ ഒരു സേഫ് സോണിലേക്ക് മാറും. കാരണം ആ ഒരു കുരങ്ങ് പോലും അതിൻ്റെ വന്യത കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ കാട് എന്ന് പറയുന്നത് എപ്പോഴും നമ്മളിൽ നിന്നും മനുഷ്യരിൽ നിന്ന് അകന്നാണെന്ന് നിൽക്കുക. എപ്പോഴും ഓരോ വനയാത്രയും നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിൽ വിചാരിക്കേണ്ടത് എന്താണെന്ന് അറിയോ? കാട് അവരുടെയാണ്, വന്യജീവികളുടെയാണ്, അവിടുത്തെ ജീവജാലങ്ങൾക്കാണ്. അപ്പോൾ നമ്മൾ ആ കാട്ടിൽ യാത്ര ചെയ്യുമ്പോൾ അവിടുത്തെ നിയമങ്ങൾ പാലിച്ചുകൊണ്ടാണ് നടക്കാൻ. നമ്മളിപ്പോൾ കാട്ടിലൊക്കെ പോകുമ്പോൾ ഒരു മൃഗത്തിനെ കണ്ടു കഴിഞ്ഞാൽ പലരും ചില അപകടങ്ങളൊക്കെ വരുത്തി വയ്ക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ചില മൃഗങ്ങളുടെ സെൽഫി വരെ എടുക്കാനുള്ള യാത്രകളൊക്കെയാണ് ഇപ്പോൾ. ഒരു മൃഗത്തിന് അകലെ നിന്ന് കണ്ടു വായിച്ച ഒരു സേഫ് സോണിൽ നിന്ന് അവർക്ക് എന്താ പറയുന്ന ഒരു ശല്യമില്ലാത്ത രീതിയിലൊക്കെ നമ്മൾ കാട്ടിൽ കയറി കാണാറില്ല. നമ്മൾ കുറച്ച് അകലേന്ന് ഒരു ഫോട്ടോ കിട്ടി കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല ഫോട്ടോയ്ക്ക് വേണ്ടി വീണ്ടും അടുത്തേക്ക് പോകും. അപ്പോഴും ആ മൃഗം ഒന്നും ചെയ്യാതാവുമ്പോൾ നമുക്ക് പലപ്പോഴും ആ മൃഗം നമ്മൾ അല്ലെ ഒരു പ്രശ്നമില്ലാത്ത മൃഗം പോലെ തോന്നും. സെൽഫിക്കൊക്കെ പോകുമ്പോൾ അപകടങ്ങൾ വരും. അപ്പോൾ കാട്ടിൽ നമ്മൾ നടക്കുമ്പോൾ ആ കാടിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് പോയാൽ മതി. കാട്ടിൽ എപ്പോഴും മൃഗങ്ങളല്ല എല്ലാ ജീവജാലങ്ങളും നമ്മളൊഴികെ ബാക്കി എല്ലാ ജീവജാലങ്ങളും പരസ്പരം സംസാരിക്കുന്നുണ്ട്, പരസ്പരം എന്താ പറയുന്ന സഹായിക്കുന്നൊക്കെ ഉണ്ട്. ഇപ്പം നിങ്ങൾ വനയാത്രകളൊക്കെ നിങ്ങൾ ഒരുപാട് ചെയ്താറുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യമാണ്. നമ്മളെ പോലുള്ള ഒരു കാട്ടിലേക്കൊക്കെ കയറി കഴിഞ്ഞാൽ ഇത് മലബാർ ജെയിൻസ് സ്ക്വയറിലാണ് കയറിഞ്ഞത്. അപ്പോൾ നമ്മളൊക്കെ കാട്ടിൽ കയറി കഴിഞ്ഞാൽ ആദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എപ്പോഴും വനയാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോ, പക്ഷികളൊക്കെ കരയണേക്കാം. ഒരു പ്രത്യേക ടോണായിരിക്കും ആ ശബ്ദം. പ്രത്യേകിച്ച് ഈ കാട്ടിൽ നമ്മൾ കയറുന്നുണ്ടെന്ന് ഇൻഫോർമേഷൻ കൊടുക്കണത് ഈ കാട് മുഴക്കി എന്ന് പറയുന്ന ഒരു പക്ഷീനെ കണ്ടുണ്ടോ? 2 പാലൊക്കെ ആയിട്ട് നീണ്ടിട്ട് അതന്നെ അതിനെ കാട് മുഴക്കി റാക്കറ്റ് ടൈലഡ് ഡ്രോഗോ എന്നാ പറയാം. ആ സാധനം നമ്മുടെ കാടുകളിലെ മിമിക്രിക്കാരെന്നാ പറയാം. 10-24 വെറൈറ്റി സോൺസ് ഒക്കെ ഉണ്ടാക്കും. പൂച്ചയുടെ ആയാലും ഒരു ബൈക്കൊക്കെ ഡെയിലി പോകുന്ന ഒരു ബൈക്കിന്റെ ശബ്ദം കേട്ടാൽ അത് കരയുന്ന പോലെ കരയും. അപ്പൊ അത്തരത്തിൽ കഴിവുള്ള മറ്റുള്ള പക്ഷികളെ ഇമിറ്റേറ്റ് ചെയ്യും. അപ്പൊ അത്തരത്തിലുള്ള കഴിവുള്ള ഈ സാധനം ചില രീതിയിൽ കോൾ ചെയ്തിട്ട് മറ്റുള്ള ജീവജാലങ്ങൾക്ക് ഇൻഫർമേഷൻസ് പാസ് ചെയ്യും. ഇതേപോലെ 10-40 പേര് കാട്ടിലേക്ക് വരുന്നുണ്ട്, നിങ്ങളൊന്ന് അലർട്ട് ആയിട്ടിരിക്കാനുള്ള ഒരു മെസ്സേജ് പാസ് ചെയ്യും. അപ്പൊ ഈ മെസ്സേജ് പാസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്തൊക്കെ ഇതേപോലെ മലയണ്ണാനൊക്കെ മരത്തിന്റെ മേലൊക്കെ ഇങ്ങനെ സൈലന്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയം, വിശ്രമിച്ചൊക്കെ ഇരിക്കുന്ന സമയത്തൊക്കെ ഈ കോൾ കേൾക്കുമ്പോൾ വേഗം മലയണ്ണ എണിച്ച് നോക്കും മരത്തിന്റെ മേലിൽ നിന്ന്. അപ്പൊ ഇവർ കരയും. മലയണ്ണാനൊക്കെ ഒരു പ്രത്യേക കോളിൽ കരഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ചുറ്റളവിൽ ഈ ശബ്ദം പോകും, ഈ ഇൻഫർമേഷൻ. അപ്പൊ ഇത് പാസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും, അവിടെയുള്ള മൃഗങ്ങളൊക്കെ വേഗം ഓടി മറയാനായിട്ട് തുടങ്ങും. അപ്പൊ കാടിന്റെ നിയമങ്ങൾ നമ്മൾ കാട്ടില് പാലിച്ചുകൊണ്ട് നടക്കാൻ വിചാരിക്കും. ഒരു 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ഒക്കെ നമ്മൾ ആ ഒരു കാടിന്റെ നിയമം വലിയ ബഹളില്ലാതെ നമ്മൾ പോകുന്ന രീതിയിൽ തന്നെ പോവുകയാണെങ്കിൽ, അതുപോലെ കാട്ടിനുള്ളിൽ സ്മോക്കിംഗ് ഒന്നും പാടില്ല, അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കിയിട്ട് വേണം നമ്മൾ പോകാൻ. സ്പ്രേ അടിക്കാൻ പാടില്ല കാട്ടിൽ പോകുമ്പോൾ. അങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മളെക്കാൾ മുമ്പ് കാട് നമ്മളെ മനസ്സിലാക്കും. അപ്പൊ അത്തരം യാത്രകളിലൊക്കെ നമുക്ക് ഒരുപാട് ജീവജാലങ്ങളെ കാണാൻ പറ്റും. അപ്പൊ എല്ലാ കാട്ടിലല്ല, ചിമ്മിനിയിലായാലും നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ ആനേനൊക്കെ സ്ഥിരം കാണുന്നുണ്ട്. ഇവിടെ നമ്മളിപ്പോ ഈ ചെക്ക് പോസ്റ്റൊക്കെ എത്ര കാട്ടി മുപ്പാട് കണ്ടോ, കുറച്ചൊരു 2 കിലോമീറ്റർ മുന്നിലൊക്കെ റോഡിന്റെ സൈഡിൽ ഒരു 4 മണിക്ക് ശേഷം എന്നും ആനയുണ്ട്. അപ്പോൾ ഇവിടെ കാട്ടിൽ കയറുമ്പോൾ നമുക്ക് ഇതിന്റെ സാധ്യത കുറയുന്നത് ഇത്തരത്തിൽ ഇൻഫർമേഷൻസ് പാസ് ചെയ്യുമ്പോൾ ഒളിഞ്ഞ് മറിഞ്ഞ് അവിടെ നിൽക്കും. കാരണം നമ്മളായിട്ട് ഇടപെടാൻ അവർക്ക് യാതൊരു താല്പര്യമില്ല. എപ്പോഴും നമ്മൾ വനയാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ജീവിജാലങ്ങളെയാണോ കാണേണ്ടത്? ജീവിജാലങ്ങളെ കാണാനാണെങ്കിൽ ഏറ്റവും നല്ലത് ഗ്രൂപ്പിന്റെ എണ്ണം കുറച്ച് 2-3 പേര് ഒരേ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ പോവാ. അപ്പൊ പക്ഷികളെ കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവര് മാത്രം പോവാ. അല്ലെങ്കിൽ വന്യജീവികളെ എന്ന് പറയുന്ന മറ്റുള്ള ജീവിജാലങ്ങളെ, ആന, കാട്ടുപോത്ത് പോലെയുള്ള ജീവിജാലങ്ങളെ കാണാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ എങ്ങനെ പോവാ. ചിലരൊക്കെ വെറുതെ കാട് നടക്കാനൊക്കെ വരുന്നവരൊക്കെ ഉണ്ട്. ഒരു മല കയറി ഇറങ്ങണം എന്നാഗ്രഹിച്ച് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഹാർഡ് ഹൈക്കിംഗ് എന്നൊക്കെ പറയില്ലേ, നിങ്ങൾ നാളെ പോണില്ലേ വലിയ വര, അതൊക്കെ ഒരു ഹാർഡ് ഹൈക്കിങ്ങിന്റെ ഒരു സ്ഥലമാണ്. അത്ര ദൂരം കയറി ഇറങ്ങുന്നത്. അപ്പൊ അങ്ങനെ അഡ്വഞ്ചർ ട്രക്കിങ് പോലുള്ള ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ യാത്രയും നമ്മൾ കാടിനെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളൊരു 100 യാത്ര കഴിയുമ്പോൾ 101ാമത്തെ യാത്രയിൽ നമുക്ക് മനസ്സിലാവും ആ കാട് എന്താണെന്ന്. പലപ്പോഴും നമ്മൾ യാത്രയിൽ ഒരു ജീവജാലങ്ങളെ കണ്ടില്ലെങ്കിൽ വിഷമാണ്. പലപ്പോഴും പരാതികൾ ഞങ്ങൾ കേൾക്കണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, കാരണം കാട്ടിൽ വന്ന് ചിമ്മിനിയിൽ വന്നിട്ട് മൃഗത്തിനെ കണ്ടില്ല, ആ മൃഗത്തിനെ കണ്ടില്ല. ചിമ്മിനിയിലെ സാധ്യത എന്താണെന്ന് ഇവർക്ക് മനസ്സിലാവില്ല. പലപ്പോഴും കാട്ടിലാണ് കയറി ഇതിനൊക്കെ കാണുന്നതാണ് വിചാരം. ചിമ്മിനി കാട് എന്താണ്, ഇവിടെ എന്താണ് കൂടുതൽ സാധ്യത എന്നുള്ളത് മനസ്സിലാക്കില്ല. അപ്പൊ നമ്മൾ ഓരോ യാത്രയിലും അത് മനസ്സിലാക്കിയിട്ട് വേണം. ചിമ്മിനെ സംബന്ധിച്ച് ഞാൻ പൂമ്പാറ്റിക്ക് വരാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ, പൂമ്പാറ്റി ഇഷ്ടം പോലെയാണ്. നിങ്ങൾ ഇവിടുന്ന് കാട്ടിക്കൂടെ പോയി തിരിച്ച് ആ വെള്ളത്തിന്റെ സൈഡിലേക്ക് ഇറങ്ങുന്ന ഒരു സ്ഥലമില്ലേ, വിറകുതോട് എന്ന് പറയുന്ന സ്ഥലം, അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പൂമ്പാറ്റകളെ കാണാൻ പറ്റിയിട്ടുണ്ടാവും. പലരും, കുറച്ച് പേരെങ്കിലും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. വെറൈറ്റി പൂമ്പാറ്റകളുണ്ട്. ലോകത്തിലെ ഏറ്റവും ചെറിയ ചിത്രശലഭം സദേൺ ഗ്രാസ് ജ്വൽ എന്ന് പറയുന്ന രത്നനീരി ഉണ്ട്. അതൊക്കെ കാണണമെങ്കിൽ ഇവിടെ വരണം, കേരളത്തിലേക്ക്. ആ ഏറ്റവും ചെറുത്. ഇതിനൊക്കെ കാണാനായിട്ട് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ഒരുപാട് പേര് കാണാൻ വരുന്നുണ്ട്, ഈ ഒരു സാധനത്തിനൊക്കെ കാണാൻ വേണ്ടി.
അപ്പോൾ അത്തരത്തിലുള്ള ഏറ്റവും ചെറിയൊരു സംഭവം ഇവിടെയുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയൊരു ചിത്രശലഭം നമ്മുടെ കാടുകളിൽ മാത്രമല്ല, ഇത് സദേൺ ബേർഡ് വിങ് എന്ന് പറയും. ഇതാണ് നമ്മുടെ ഇന്ന് കണ്ടത്. കണ്ടോ, അത് നല്ലൊരു കാര്യം. അത് സദേൺ ബേർഡ് വിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ചിത്രശലഭമാണ്. ഇത് ഏറ്റവും വലുത് ലോകത്തിലെ ക്യൂൺ അലക്സാണ്ടർ ബേർഡ് വിങ് എന്ന് പറഞ്ഞിട്ട് വേറെ ഒന്നാണ്. ഇത് നമ്മുടെ ഇന്ത്യയിലൊക്കെ ഏറ്റവും വലിയ ചിത്രശലഭമാണ് സദേൺ ബേർഡ് വിങ്. ഗരുഡ ശലഭം എന്നാ പറയാം. ഇത് ഏകദേശം ഒരു 17 സെന്റിമീറ്ററോളം നീളം വരും. അപ്പൊ നമുക്ക് അകലെ നിന്ന് കാണുമ്പോൾ ഒരു കുഞ്ഞു പക്ഷി പറക്കണമായിട്ട് തോന്നാം. പതുക്കെ പറക്കാം. നമ്മുടെ നാട്ടിൽ ഇതിനെ കാണാം, ചെത്തിയൊക്കെ ഉള്ളിടത്ത് വരും. ചെത്തിയിലൊക്കെയാണ് ഇപ്പം കൂടുതലായിട്ടും വരാം. അപ്പൊ ഇത് കാണാനുണ്ട്. നമ്മുടെ തന്നെ ഏറ്റവും ഭംഗിയുള്ള ചുട്ടിമയൂരി എന്ന് പറയുന്ന, ബുദ്ധ പീകോക്ക് എന്ന് പറയുന്ന കുറെ ബട്ടർഫ്ലൈ ഉണ്ട്. നമ്മുടെ സംസ്ഥാനത്തിന്റെ ബട്ടർഫ്ലൈ ആക്കിയിട്ടുള്ളത് ബുദ്ധ പീകോക്ക് അതുണ്ട്. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ്, രക്ഷയില്ലാത്ത ലുക്കാ. പിന്നെ ഏറ്റവും അപൂർവമായിട്ട് ഞാൻ കാണുന്നത്, ചിലപ്പോൾ സാറൊക്കെ കിട്ടുന്ന മലബാർ ട്രീ നിംഫ് എന്ന് പറയുന്ന വനറാണി എന്ന് പറയുന്ന വനദേവത എന്ന് പറയുന്ന ഒരു പൂമ്പാറ്റുണ്ട്. ഭയങ്കര ഭംഗിയാണ്. വെള്ളയില് നമ്മൾ വെള്ളക്കൊടൊക്കെ നിവർത്തുമ്പോൾ അതിലിങ്ങനെ ഓരോ പുള്ളിക്കുത്തൊക്കെ കണ്ടിട്ടില്ലേ, ചില ഡിസൈൻ അത്രയ്ക്ക് ഭംഗിയാണ്. അതിങ്ങനെ പതുക്കെ പറക്കണോ. എന്നെ സൈലന്റ് ആക്കിയതാണല്ലോ ഫോണ്, എന്നെ സൈലന്റ് ആക്കിയതാണ് ഫോണ്. അപ്പോൾ അത്രയ്ക്ക് ഭംഗിയുള്ള പൂമ്പാറ്റ പോലുണ്ട്. അതിനൊക്കെ നേരിട്ട് കാണാന്ന് പറയുന്ന ഒരു കടുവേനെ കാണുന്നതിന് തുല്യ. കാരണം നമ്മൾ കാട്ടിൽ കയറിയിട്ട് ഞാനൊക്കെ ഇതിനെ അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ട്. ഇതിനെ നേരിട്ട്, എൻ്റെ ദൈവമേ, ഇതിനെ ഫോട്ടോയിൽ കാണുമ്പോൾ ഇതിനെ നേരിട്ട് കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇത് മംഗലം കവല എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് പോയപ്പോൾ ഞാൻ കണ്ടു. അപ്പോൾ അതെന്ന് പറയുമ്പോൾ ഒരു എവർഗ്രീൻ പോലെയുള്ള ഫോറസ്റ്റിൽ തണുത്ത പ്രദേശത്ത് അത് പറക്കാം. ആ സ്ഥലത്ത് പോയപ്പോൾ ഞാൻ കണ്ടു. അത് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു കടുവേനും പുല്ലിനെ കാണുന്നതിന് തുല്യ. അതിൽ ഫോട്ടോ എടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഓരോ ജീവിജാലങ്ങളിലും അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയ കുറേ ജീവിജാലങ്ങളുണ്ട്. ഈ അടുത്ത് കുറച്ച് ഫോക്കസ് ചെയ്യുന്ന ഒരു തവളയുണ്ട്, പാതാള തവള. ഒരുപാട് പേര് അതിൻ്റെ പിന്നാലെയാണ്. ഇപ്പോൾ ഇങ്ങനൊരു തവളേനെ കുറിച്ച് ആദ്യമൊക്കെ വെള്ളത്തിൽ നമ്മളൊക്കെ വാലാട്ടിട്ട് ഇങ്ങനെ നടക്കേണ്ട ഒരു സംഭവം. ആ സാധനമാണ്. നമ്മൾ ആദ്യം ഇങ്ങനെ ശ്രദ്ധിച്ചില്ല. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ, വർഷത്തിൽ ഒരിക്കലും മാത്രമേ മണ്ണിൻ്റെ അടിയിൽ നിന്ന് മേലേക്ക് വരൂ. ഭൂമിൻ്റെ ഉള്ളിൽ ജീവിക്കുക, മീറ്റ് ചെയ്യാൻ മാത്രം ഭൂമിൻ്റെ മേലേക്ക് ഒരു ദിവസം ഒരു പ്രാവശ്യം വരും, മീറ്റ് ചെയ്യും, ഇറങ്ങിപ്പോ. അതാണ് ഇവരുടെ പരിപാടി. അപ്പോൾ അതിന് പോലും അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ഉണ്ട്. പലപ്പോഴും നമ്മൾ കാട്ടിൽ കയറുമ്പോൾ അത്തരത്തിലുള്ള ജീവജാലങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഈ യാത്രകൾ തുടരുക. നമ്മുടെ കണ്ണിൽ അത് മാത്രം, കടുവ, കാട്ടുപോത്ത്, ആ ഒരു മൈൻഡേ മാറ്റി നിർത്താം. നമ്മൾ കാട്ടിൽ പോകുമ്പോൾ ആ കാട് എന്താണോ തരാൻ ആഗ്രഹിക്കുന്നത് അതിനെ കാണാം, അതിനെ മനസ്സിലാക്കാം. അതിനെ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് ഈ യാത്ര ഒരുപാട് ഇഷ്ടമാവും. നമുക്ക് തരുന്നതൊക്കെ നമുക്ക് ഭാഗ്യം എന്നുള്ളൊരു തോന്നൽ വരും. അല്ലെങ്കിൽ നമ്മൾ ഏത് കാട്ടിൽ എവിടെ പോയാലും നമ്മൾ പറയും പോരായിരുന്നു, ട്രക്കിങ് പോരാ, മോശം, അങ്ങനെ തോന്നിപ്പോവും. നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ജീവിജാലങ്ങൾക്ക് ഓരോ കാട് തേടി പോകാം. ഇപ്പോൾ വന്യമൃഗങ്ങൾ എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള വലിയ മൃഗങ്ങളെ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത് പറമ്പിക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ആനയായാലും കാട്ടുപോത്തല ഏറ്റവും കൂടുതൽ അവിടേക്കൊക്കെ പോയിട്ടുണ്ടോ? അവിടെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത്. മാനായാലും ആ കാടിൻ്റെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചോ, അവിടെ ഇലപൊഴിയും കാടുകളാണ്. മരങ്ങളൊക്കെ അകലെയാണ് നിൽക്കുന്നത്. കൂട്ടത്തിൽ പുൽമേടുകൾ കുറച്ചധികം, റോഡ് സൈഡിൽ പുല്ലൊക്കെ കൂടുതലാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരു വണ്ടിയിൽ ഇരുന്നുകൊണ്ട് നോക്കിയാൽ ഏകദേശം ഒരു 300 മീറ്റർ 400 മീറ്റർ അകലേക്ക് നമുക്ക് കാണാം. അപ്പോൾ ആ നമ്മുടെ സൈറ്റിങ്ങിൻ്റെ ഉള്ളിൽ എവിടെ മൃഗം നിന്നാലും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഓരോ കാട് നമ്മൾ പക്ഷികളെ കാണണമെങ്കിൽ കുറച്ച് എവർഗ്രീൻ ഫോറസ്റ്റിലേക്കൊക്കെ പോകണം. പക്ഷെ ഫോട്ടോ എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഓപ്പൺ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ഓപ്പൺ സ്ഥലത്ത് വന്നിരിക്കണം. ജസ്റ്റ് കാണാനാണെങ്കിൽ എവർഗ്രീൻ ഫോറസ്റ്റിലേക്കൊക്കെ പോയാൽ മതി. കാരണം അവിടെയൊക്കെ പക്ഷികളൊക്കെ ഇങ്ങനെ ഓരോ ചിലകൾ അവിടെ ഒക്കെ ഉണ്ടാവും. കാട്ടിൽ പോയിട്ട് നിങ്ങളൊരു 5 മിനിറ്റ് സൈലന്റ് ആയിട്ട് ഇരുന്നോ? കണ്ണടച്ചിരുന്നിട്ടുണ്ടോ ഏതെങ്കിലും ഒരു യാത്രയിൽ? ഇല്ല അല്ലേ? കാടിനറിയാൻ ഏറ്റവും നല്ലൊരു ഉപാധിയാണ് വനയാത്ര ചെയ്യുമ്പോൾ. നമുക്ക് ഏറ്റവും നല്ല ഇത് തോന്നുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു 5 മിനിറ്റ് കണ്ണടച്ചിരുന്ന് നോക്ക്. അപ്പൊ നമ്മൾ വന്ന അത്രയും യാത്രയിൽ കിട്ടുന്ന ഒരു അനുഭവമായിരിക്കില്ല 5 മിനിറ്റ് കൊണ്ട് കിട്ടാം. കാരണം ഒരുപാട് പക്ഷികൾ, മറ്റുള്ള മൃഗങ്ങളൊക്കെ കോൾ ചെയ്യുന്നത് നമുക്ക് കേൾക്കാം. കാരണം നമ്മൾ ഇവിടുന്ന് 1 കിലോമീറ്റർ 2 കിലോമീറ്റർ നടന്നിട്ട് പോയി ഇരുന്ന് കഴിഞ്ഞാൽ ഈ യാത്രയിൽ നമ്മൾ പക്ഷേ ഇതൊന്നും കേട്ടിട്ടുണ്ടാവില്ല, കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ സൈലന്റ് ആവുമ്പോൾ ഈ ശബ്ദങ്ങൾ കേൾക്കാൻ പറ്റും. അപ്പൊ ഈ ജീവിജാലങ്ങളൊക്കെ അവിടെയുണ്ട്. നമ്മുടെ ശ്രദ്ധ കുറവ്,
നമ്മൾ ശ്രദ്ധിക്കാനുള്ളൊരു മനസ്സില്ലെങ്കിൽ ഇത് കാണാൻ പറ്റില്ല. അപ്പൊ എപ്പോഴും ഓരോ യാത്രയും നിരീക്ഷിക്കാൻ തയ്യാറായിട്ട് വേണം പോവാൻ. ഒബ്സർവേഷൻ കണ്ടമാനം വേണം. 8 കാലിനെ കണ്ടിട്ടില്ലേ നമ്മള് ഇവിടെ ഇന്ന് വലിയൊരു കണ്ടില്ലേ മലബാർ ജയൻസ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. എന്തിനാ മലബാറല്ല, വലിയ 8 കാലിന്റെ പേര് ജയിന്റ് വുഡ് സ്പൈഡർ എന്നാണ് അതിന്റെ പറയാ. അതിന് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവാൻ പറ്റും. ആ വലിയത് ഫീമെയിലാണ്. അതിന്റെ അടുത്തൊക്കെ ഓറഞ്ച് കുറെ സംഭവം ഉണ്ട്, അതൊക്കെ മെയിലാണ്. അതിലൊരെണ്ണായിട്ടാണ് മേറ്റ് ചെയ്യുക. അത്ര ഉള്ളോ മെയിലൊക്കെ. അങ്ങനെ മേറ്റ് ചെയ്ത് കഴിഞ്ഞാല് ആ മേറ്റ് ചെയ്യുന്ന ആളെ ആണിനെ പിടിച്ച് തിന്നും, അതിനെ കൊന്നു കളയും. കാരണം അവനാണ് അതിന്റെ അധികാരം. പിന്നെ മേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ അവനെ കൊല്ലും. അതന്നെ തേനീച്ചല് റാണിച്ച മേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആണിനെ വേഗം കൊല്ലും. കാരണം ഇതെങ്ങനെ മേറ്റ് ചെയ്യാന്നറിയോ? തേനീച്ച റാണിച്ച ദൂരത്തേക്ക് പറക്കും. കുറച്ച് ആരോഗ്യമുള്ള ആളാണെങ്കിൽ റാണിച്ച ഇത് പറക്കുന്നതിന് കൂടി ആണുങ്ങളും കൂടെ പറക്കും. പറന്നിട്ട് ഏറ്റവും ടോപ്പിൽ ചെന്നിട്ടാണ് അത്രയ്ക്ക് ദൂരത്തിൽ കൂടെ പറക്കാൻ പറ്റാവുന്ന ആണായിട്ടാണ് അവർ എണ്ണചേരാ. ആകാശം വെച്ച് എണ്ണ ചേർന്ന് കഴിഞ്ഞാൽ ആണിനെ കൊല്ലും. കാരണം ഇവനാണ് ആ ലീഡ് ചെയ്യേണ്ടത്. പിന്നെ ഇങ്ങോട്ട് വരും എന്ന് പറഞ്ഞ പോലെ ഇതിൽ നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെ കാണാൻ പറ്റും. ഇനി നിങ്ങൾ കാട്ടിൽ ചെല്ലുമ്പോൾ എല്ലാ കാട്ടിലും ചെന്ന് കാണാവുന്ന ഒരു സാധനമാണ്. അതൊന്ന് നിരീക്ഷിക്കുക. 8 കാലിൽ വല പോലും തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന രസകരമായ സംഭവമുണ്ട്. 8 കാലിൽ നടക്കും സിമ്പിളായിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ. നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ പൊട്ടും. അതിൽ ഇങ്ങനെ പോണ ഓരോ വരകൾ കണ്ട അതിൽ കൂടെയാണ് ആശാൻ നടക്കുക. അതിൽ നമ്മൾ തൊട്ടാൽ ഒട്ടില്ല, ഇങ്ങനെ കറങ്ങുണ്ടാവും. അതിലാണ് തൊട്ട ഒട്ടി പിടിക്കുക. അത് നോക്കിയിട്ടുണ്ട് അതൊക്കെ. അതൊക്കെ ഒരുപാട് യാത്രകൾ നടത്തുമ്പോൾ നമുക്ക് തോന്നും. അത് അതിനോട് കുറച്ച് നമുക്ക് ഞാനൊരു 1 മണിക്കൂർ നിങ്ങളോട് കാടുമായിട്ട് സംസാരിച്ചുകൊണ്ട് ഒറ്റടിക്ക് കാടിനോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നണമെന്നൊന്നുമില്ല. അത് യാത്രകൾ ഇങ്ങനെ നടത്തിയാലേ വരും. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതമുള്ളൂ. ഏറ്റവും അവസാനം നമ്മൾ ആഗ്രഹിക്കുന്ന കടുവേനും കാണും. നമ്മളേറ്റവും എന്ന് പറഞ്ഞാൽ കടുവേനെ കാണാൻ ഒരു ബന്ദിപ്പൂരൊക്കെ പോയ സഫാരി ഒക്കെ ഉണ്ട് കേട്ടാ, അതിനൊക്കെ പോയ കാണാം. എന്നിട്ട് നമ്മൾ ട്രക്കിങ്ങിലോ അല്ലെങ്കിൽ കാണാൻ പറ്റാത്തൊരു സ്ഥലത്തൊക്കെ പോകുമ്പോൾ പ്രതീക്ഷിക്കാത്തൊരു സ്ഥലത്തൊക്കെ കാണാന്ന് പറയുന്നതാണ് ഭാഗ്യം. അല്ലാതെ എല്ലായിടത്തും എല്ലാവർക്കും പോയി കാണാമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വനയാത്രകൾ. എപ്പോഴും നമ്മൾ ഒരനുഭവമായിരിക്കും പറ്റാം. നിങ്ങൾ ഇങ്ങനെ പോകുന്ന സമയത്തൊക്കെ ചില മരങ്ങളൊക്കെ നിൽക്കുന്ന രീതി പോലും വ്യത്യാസമുണ്ട്. നിങ്ങൾ ഇവിടുന്ന് കയറ്റം കയറുന്ന സമയത്ത് താന്നി എന്ന് പറയുന്ന ഒരു വൃക്ഷം കണ്ടിട്ടുണ്ട്. ഇന്ന് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടാവണം. ആ താന്നി വൃക്ഷത്തിന്റെ പേര് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ബട്ടർ സിസ്റ്റത്തിലാ. അതൊക്കെ എവർഗ്രീൻ സെമി എവർഗ്രീൻ സ്പീഷീസിലുള്ള ഒരു മരത്തിന്റെ പ്രത്യേകതയാണ്. വേരുകൾ ഇങ്ങനെ പൊന്തി ഇങ്ങനെ നിൽക്കണത്. അതിപ്പോ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ കാണിക്കാനേ പറ്റൂ, അല്ലെങ്കിൽ ആ കാട്ടിലടി നേരിട്ട് പറഞ്ഞു തരാമോ. അത് സെമി എവർഗ്രീനും നിത്യഹരിത വനങ്ങളിലും എവർഗ്രീൻ ഫോറസ്റ്റിലൊക്കെ മരങ്ങൾ പെട്ടെന്ന് ഉയരും. വലിയ ഹൈറ്റിൽ ഉയരുമ്പോൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ കാറ്റൊക്കെ പെട്ടെന്ന് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ഇത്രയും മൺമരത്തിനെ അതിൽ താങ്ങി നിർത്താൻ വേണ്ടിയാണ് ഈ വേര് ബട്ടർ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഈ ബട്ടർ സിസ്റ്റം ഉണ്ടെങ്കിൽ അടിയിലുള്ള മണ്ണ് ഒലിച്ചു പോവില്ല. കുറച്ച് സ്പേസിൽ തന്നെ ഇതിങ്ങനെ ത്രികോണമൊക്കെ പോലെ നിൽക്കുന്നതുകൊണ്ട് അതിൽ പിടിച്ചിങ്ങനെ നിൽക്കും. അപ്പോൾ ഒരു മരം പോലും നിലനിൽപ്പിന് വേണ്ടി ഈ പ്രകൃതിയിൽ കുറെ കഴിവുകളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇങ്ങനെ നോക്കി വാച്ച് ചെയ്ത് പോവുകയാണെങ്കിൽ ഭയങ്കര രസകരമായിരിക്കും. അതൊക്കെ ഇങ്ങനെ നോക്കി പോകണം. തൊട്ടവാടിനെ തൊട്ട് നോക്കിയിട്ടുണ്ട്. തൊട്ടവാടി തൊട്ട് നോക്കിയാൽ പാടും. നമ്മളോട് സംസാരിക്കണ പോലെ എന്നെ തൊട്ട് നശിപ്പിക്കലെന്ന് പറഞ്ഞാൽ കൈ കൂപ്പണതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടാണാവോ അല്ലെ? ഇനി തൊട്ട് നോക്കിക്കോ, വലുതായെന്നൊന്നും നോക്കണ്ട. ശരിക്കും നമ്മുടെ കൈ ഇങ്ങനെ മടക്കി ഇങ്ങനെ കൂപ്പണ പോലെയാണ്. കറക്റ്റ് ഇങ്ങനെ ഒടിഞ്ഞു തോന്നും. എന്നെ തൊട്ട് നശിപ്പിക്കല്ലേ, ടച്ച് മീ നോട്ട് എന്നാ പറയാ. അതിന് വീണ്ടും തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൈ മുറിയും. കാരണം ഇതിന്റെ ഉള്ളിൽ ഒരു സാധനം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇതിന്റെ കൂപ്പുമ്പോഴാണ് ഇത് ഇവിടുന്ന് ആ മുള്ളിങ്ങനെ പൊന്തി പുറത്തു നിൽക്കുക. നമ്മൾ കാണാത്തൊരു വീണ്ടും അത് ഇങ്ങനെ തോണ്ടിയ അപ്പൊ കൈമൊക്കെ ഓരോ കുത്ത് കിട്ടും, ചോര വരും. അതാണ്. അപ്പോ കാടിനങ്ങനെ ഏറ്റവും സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുകയാണെങ്കിൽ ഭയങ്കര രസമാണ്. ഞാനൊക്കെ ഒരുപാട് കാട്ടിൽ ഒറ്റയ്ക്കൊക്കെ കാടിന് മനസ്സിലാക്കാനായിട്ടൊക്കെ പോയിട്ടുണ്ട്. വിറകുതോട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഞാൻ ഒരുപാട് പോയിട്ട് ഒറ്റയ്ക്ക് ബുക്ക് എടുക്കും, ചില സാധനങ്ങളെ കുറിച്ച് പഠിക്കും, നേരിട്ട് പോയി പഠിക്കും. ഭയങ്കര രസമാണ്. അല്ലെങ്കിൽ തന്നെ വെറുതെ പോയിരുന്നു കഴിഞ്ഞാൽ ചില സമയത്തൊക്കെ ഒറ്റയ്ക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ആദ്യം പൂമ്പാറ്റകളെ തേടി ഞാൻ കൂടുതൽ പോകും. അപ്പൊ നമ്മൾ കാണാത്തൊരു പൂമ്പാറ്റനൊക്കെ ഒറ്റയ്ക്ക് കാണുമ്പോൾ നമ്മുടെ ഈ സന്തോഷം ആരോടൊക്കെ പറയാന്നുള്ളത് നമുക്ക് പറ്റില്ല. ആരുമില്ല, ആ കാട് കാണുന്നുണ്ട് നമ്മുടെ സന്തോഷം. നമ്മുടെ മുന്നിലേക്കൊക്കെ ഇങ്ങനെ വരുന്ന പോലെയാണ്. ഞാനൊരു പ്രാവശ്യം നമ്മുടെ ഇക്കനെ കൊണ്ടുപോവാണ്, കാട്ടിലേക്ക് കൊണ്ടുപോവാണ്.
ഫസ്റ്റായിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പം ഞാൻ ആളെയും കൊണ്ട് പോകുന്ന സമയത്ത് വിറകുതോട് പോകുന്ന ഈ റോഡിൽ കൂടെ ജസ്റ്റ് നടന്നോളൂ. അപ്പം മേലൊക്കെ സെമി ഇറക്കിങ് കാർഡാണ് ഈ റോഡിൻ്റെ മേലെ. ആ പോകുന്ന രാവിലെ 7:30 പോകണം. ആ പോകുന്ന സമയത്ത് എൻ്റെ ജീവിതത്തിൽ അവിടെ ആദ്യമായിട്ടാണ് ഹോൺബില്ല് വന്നത്. മലമുഴക്കി വേളാമ്പല് വന്നത് അവിടെ ആദ്യമായിട്ടാണ്, അത്ര അടുത്തേക്ക്. അപ്പോൾ ആളെന്നോട് പറയാം, കണ്ടോ ഞാൻ വന്നു എന്ന് പറഞ്ഞപ്പോൾ വന്നതെന്ന്. ആളിതിങ്ങനെ പറഞ്ഞു. എനിക്ക് അത്ഭുതമായിട്ട് തോന്നി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നേ വരെ അവിടെ ഒരു മലമുഴക്കി വേളാമ്പലം നമ്മൾ കണ്ടിട്ടില്ല. മലമുഴക്കി വേളാമ്പലമൊക്കെ കാണണമെങ്കിൽ കുറച്ചുകൂടി നല്ല കാടുകളിലേക്ക് പോകണം, അല്ലെങ്കിൽ ഒരു എവർഗ്രീൻ ഫോറസ്റ്റിൽ പോകണം, അല്ലെങ്കിൽ അതിൻ്റെ സീസണിൽ പോകണം. സീസൺ എന്ന് പറഞ്ഞത് ഇപ്പോൾ ജനുവരിയിലൊക്കെ അതിൻ്റെ സീസൺ തുടങ്ങുകയാണ്. മുട്ടയിടാൻ കയറുന്ന സമയം സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ എന്തായെന്ന് വെച്ചാൽ ആൺപക്ഷികളെ നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റും. കാരണം ഫുഡ് തേടിയിട്ട് അവൻ കണ്ടമാന സ്ഥലങ്ങളിലേക്ക് ചെല്ലും, പെൺപക്ഷികളുടെ ഫുഡ് തേടിയിട്ട്. ഇപ്പോൾ ഒക്കെ വനയാത്രകൾ കൂടുതലും നടത്താൻ കഴിഞ്ഞാൽ ഈ മലമുഴക്കി വേളാമ്പെന്ന് പറഞ്ഞ പക്ഷികളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചിമ്മിനിയിൽ വന്നിട്ട് ജീവിജാലങ്ങളെ കണ്ടില്ല എന്നുള്ളൊരു, ഇവിടെ മാത്രമല്ല എവിടെ പോയാലും വന്യമൃഗങ്ങളായ മൃഗങ്ങളെ കണ്ടില്ല, വലിയ മൃഗങ്ങളെ കണ്ടില്ല എന്ന് വിഷമം വിചാരിക്കരുത്. ആ യാത്ര ആ രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്താൽ മതി. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വലിയ വിഷമമൊന്നും ഉണ്ടാവില്ല. എല്ലാ തരത്തിലുള്ള കാടുകളും കയറി പോയി കാണാം. ഞാനൊക്കെ പറമ്പിക്കൂടൊക്കെ 2-3 പ്രാവശ്യം പോയി കണ്ടു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൃഗങ്ങളെ നമ്മൾ മാനൊക്കെ ഒരു 500 എണ്ണത്തിൽ കുറയാതെ കാണും. അങ്ങനത്തെ ഒരു സ്ഥലം അത്. 500 എന്നൊക്കെ പറഞ്ഞാൽ ചിലരൊക്കെ ആയിരിക്കും വെറുതെ പറയാന്ന്. അവിടെ അറ്റത്തെ ഡാം വരെ വെറുതെ വണ്ടിയിൽ പോയി കാണാമെന്ന്. അത്രയ്ക്ക് മൃഗങ്ങളുടെ സൈറ്റിംഗ് ഉള്ള സ്ഥലമാണ് അവിടെയൊക്കെ. കടുവൊക്കെ അവിടെ നിന്നാണ് എനിക്ക് തോന്നുന്നത് എന്നെ നസീർ ആദ്യമായിട്ട് കടുവയുടെ ഫോട്ടോ എടുത്തിട്ട് ഫേമസ് ആയത്. 4 ഫോട്ടോ ടൈഗർ ശ്രീനി എന്ന് പറഞ്ഞ ഒരാൾ കൊണ്ടേ കാണിച്ചു കൊടുത്തു. എന്നെ ഇക്കാരെ കുറിച്ചൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങൾ? പലവരും യാത്രകൾ ഇഷ്ടപ്പെടുന്നവരൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടല്ലേ. ആള് യാത്രയിലാണ് കൂടണ്ടേ. ക്ലാസ് അത്ര രസകരമായ സംഭവം ഒന്നല്ല. ക്ലാസ് ആൾക്ക് അത്ര എടുക്കാനുള്ള ഇതൊന്നും ഇല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, ഞാനും കേട്ടതുള്ളൂ. പക്ഷെ യാത്രയിൽ ആളുടെ കൂടെ നിന്ന് നോക്കിയാൽ അതൊരു വല്ലാത്ത അനുഭവം, അത് രക്ഷയുണ്ടാവില്ല ചേട്ടാ. അപ്പോൾ ഞാനാളും കുറേ നടന്നിട്ടുണ്ട്. ഒരു 5-8 പ്രാവശ്യമൊക്കെ ഞാനാളും മാത്രമായിട്ട് നടന്നിട്ടുണ്ട്. ആൾക്ക് യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ ചില സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ ആള് എന്ത് പറയുന്ന പറഞ്ഞാൽ, നീ എടുക്ക് ഞാൻ പോരാന്ന് പറഞ്ഞു. ഇപ്പോൾ വരാമെന്ന് പറഞ്ഞാൽ പിന്നെ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് ആശം വരാം. ഞാൻ ഈ സ്പോട്ടിൽ ഇങ്ങനെ നിൽക്കണം. ചിലപ്പോൾ വല്ല മരത്തിൻ്റെ തടിയൊക്കെ വീണിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മേലെ കിടന്ന് ഉറങ്ങും. കാര്യം ഇയാൾ വരെ സമയം എടുക്കും നമുക്കറിയാം. അപ്പോൾ ആൾക്ക് അത്ര പാഷനാണ് ഫോട്ടോഗ്രാഫിക്ക്. ട്രോഗൻ എന്ന് പറയുന്ന ഒരു പക്ഷിയുണ്ട്, തീകാക്ക എന്ന് പറയും. അത് എല്ലായിടത്തും കാണാം. ഇവിടൊക്കെ വരും ആ പക്ഷി. ഈ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോഗ്രാഫേഴ്സിനാണ് ഭ്രാന്താവുക ഈ സാധനത്തിനാണ്ട. ഇത് നമ്മളെ കണ്ടു കഴിഞ്ഞാൽ എന്തോ നമ്മളോട് ദേഷ്യമുള്ള പോലെ. നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ തിരിഞ്ഞിരിക്കും, പുറം കാണിച്ചിരിക്കും, ദീപം കാണിക്കില്ല. ഇവിടെയാണ് ഇതിൻ്റെ റെഡ് കളർ വരുന്നത്. നമ്മുടെ മുഖം നോക്കിയിരിക്കില്ല. എപ്പോഴും ഫോട്ടോഗ്രാഫേഴ്സിന് ഭ്രാന്തോ ഈ ഫോട്ടോ എടുക്കുക. നമ്മളെ കണ്ടാൽ തിരിഞ്ഞു പിണക്കുള്ള പോലെ നമ്മൾ. അതെ, ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. ഇതൊക്കെ നമ്മുടെ തൊട്ടടുത്ത് കാണുന്ന ഒരു പക്ഷിയായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പക്ഷികൾ അതിൻ്റെ ഫോട്ടോ എടുക്കാനായിട്ട്, ഫ്രണ്ട് ഫോട്ടോ എടുക്കാനായിട്ട് ആള് നടന്ന് ഒരു 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ പലപ്പോഴും ഞാൻ കേട്ടിട്ടുള്ളൊരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വരുന്ന കുട്ടികളായാലും മറ്റു മുതിർന്നവരായാലും ചോദിക്കുന്ന ഒരു ചോദ്യം, എപ്പോഴും മിക്ക ആൾക്കാരും ഇത് അനുഭവിച്ചിട്ടുണ്ടാവും. കടുവനെ ചേട്ടാ ഇവിടെ കടുവുണ്ടോ, ഇവിടെ പുലിയുണ്ടോ, ഇവിടെ കാട്ടുപോത്തുണ്ടോ, മാനുണ്ടോ, കുരങ്ങുണ്ടോ, ഇതന്നെ ഇങ്ങനെ എല്ലാത്തിനും കുറിച്ച് ചോദിച്ചുകൊണ്ടിരിക്കും. സത്യത്തിൽ ഈ കാട്ടിൽ എന്തൊക്കെ ഉണ്ടെന്ന് അറിയാൻ ഒരു ചോദ്യം ചെയ്താൽ മതി. എല്ലാവർക്കും ആയിട്ടും എവിടെ ചെന്നാലും ഒരു ചോദ്യം, ഒറ്റൊരു ചോദ്യം, സാറേ അല്ലെങ്കിൽ ചേട്ടാ ഇവിടെ കടുവയുണ്ടോയെന്നൊരു ചോദ്യം ചോദിച്ചാൽ മതി. കടുവുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അത് പൂർണ്ണമായി. കടുവുണ്ടെന്ന് പറഞ്ഞാൽ ആ കാട് പൂർണ്ണമായി. കാരണം ഏറ്റവും ആരോഗ്യമുള്ള കാട്ടിൽ കടുവുണ്ടാവും. എല്ലാത്തിൻ്റെയും ഏറ്റവും മുകളിൽ നിൽക്കുന്നതാണ് ഈ കടുവ. ഈ കടുവ എവിടെയുണ്ടോ ആ കാട്ടിൽ ബാക്കി എല്ലാ ജീവിജാലങ്ങളും ഉണ്ട്. പിന്നെ അവിടെ പുലിയുണ്ടോ, കാട്ടുപോത്തുണ്ടോ, ആനുണ്ടോ എന്ന് ചോദിക്കണ്ട. ഇതൊക്കെ ഉണ്ടായതിന് ശേഷമായിട്ട് അവസാനം കടുവയുണ്ട്. ഇപ്പം ചിമ്മിനിയിലും കടുവയുണ്ട്. ചിമ്മിനിയിൽ കടുവ നിങ്ങൾ ആരെങ്കിലും ചോദിച്ചെങ്ങനെ ഇവിടെ ആരെങ്കിലോടും? അതാണ് ഈ ചോദ്യം പോലും അങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ല. കാടറിയുന്നവനെ അത് പിന്നെ നിങ്ങൾ ഇനി അവിടെ പോകണമെങ്കിൽ തൊട്ട് ചോദിച്ചാൽ മതി, സാറേ ഈ ചേട്ടൻ ഇവിടെ കടുവുണ്ടോ, ഈ കാട്ടിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു, അല്ലതായി. അത് സെപ്പറേറ്റ് ചോദിക്കണ്ട. അപ്പോൾ അത് അങ്ങനെ കുറേ ചോദ്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒരു യാത്രയിൽ നിന്ന് മനസ്സിലാവും എന്തുകൊണ്ടാണ് കടുവ
ഉള്ളിടത്തെല്ലാം ആരോഗ്യം എന്ന് പറഞ്ഞാൽ ഈ ആരോഗ്യമല്ല കേട്ടാ, മറ്റുള്ള സമ്പത്ത്, ഫുഡിന്റെ സമ്പത്ത്, ഫുഡ് ചെയിൻ പോലുള്ള ആ സംഭവം അവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. കടുവയുടെ ഇഷ്ടപ്പെട്ട ഫുഡ് എന്ന് പറയുന്നത് കാട്ടുപോത്താണ്, കാട്ടി എന്നാണ് പറയാ. നമ്മളൊക്കെ കാട്ടുപോത്ത് എന്ന് പറഞ്ഞാൽ തെറ്റാന്നാണ് പറയുന്നത്, കാട്ടി ഇന്ത്യൻ ഗോർന്ന പറയാം. അപ്പോ ആ ഒരു സാധനം ആണ് ഇവന്റെ പ്രധാന ഫുഡ്. അപ്പൊ ആ കാട്ടി ഏറ്റവും കൂടുതലുള്ളിടത്താണ് കടുവയുടെ എണ്ണം കൂടാ. കടുവേനെ കുറിച്ചൊക്കെ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. ഇവനൊരു അധികാര പരിധി കീപ്പ് ചെയ്യുന്നുണ്ടെന്നും അത് 10 മുതൽ 25 സ്ക്വയർ കിലോമീറ്റർ വരെയാണെന്നും ഒക്കെ കേട്ടിട്ടുണ്ടാവും ഇല്ലേ? അതുകൊണ്ടാണ് ഞാൻ ജീവിജാലങ്ങളെ കുറിച്ച് പറയാത്തത്. അതാണ് ഞാൻ ഇങ്ങനെ ഓരോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ഇനി യാത്രകൾ നടത്തുന്ന ആഗ്രഹിക്കുന്നവരാണല്ലോ, അപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പോകുന്ന സ്ഥലത്തിനെ കുറിച്ച് നമ്മൾ ആദ്യം ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കിയെടുക്കണം. ഏത് സ്ഥലം പോലും ഇപ്പൊ ചെമ്മിനിലാണെങ്കിൽ പിന്നെയും പിന്നെയും വരാം. നിങ്ങളിപ്പോ ഇന്ന് വന്നു, നാളെ ഈ ചെമ്മിനി നിങ്ങൾ പോയ സ്ഥലം നാളെ ഇങ്ങനെ തന്നെയാണെന്നൊന്നുമില്ല. അതെപ്പോഴും പ്രകൃതി ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും, ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. അത് ഒബ്സർവ് ചെയ്യാനൊക്കെ പറ്റി കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. ഇനിയിപ്പോൾ നിങ്ങൾ 2 ആഴ്ച കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ തെള്ളി എന്ന് പറയുന്ന ചെടി കാണിച്ചു തന്നാ, ആ തെള്ളി എന്ന് പറഞ്ഞ ചെടീനെ അവിടെ നിന്ന് ഒരു 200 മീറ്റർ മാറി കഴിഞ്ഞാല് ഒരു മരം നിറച്ച് പൂമ്പാറ്റ വന്നിരിക്കും. വന്നാ അപ്പൊ ചെറുതായിട്ട് കുറച്ച് നേരത്തെ ആയിട്ടുണ്ട്. ഞാനിതൊക്കെ വായിച്ചിരുന്ന ആളാണ്, ഞാൻ ഏകദേശം കണക്ക് കൂട്ടാറുണ്ട്. ബ്ലൂ ടൈഗർ, കോമൺ ഇന്ത്യൻ ക്രോ എന്ന് പറയുന്ന ആ സാധനം മരം നിറഞ്ഞ ഒരു ഇത് ഇങ്ങനത്തെ ഒരു മരം, ഈ ഒരു ലെവലിലുള്ള ഒരു മരത്തില് നിറച്ചാണ് അത് വന്നിരിക്കും. അപ്പൊ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കാണാൻ പോണം. അപ്പൊ നമ്മള് ഈ ഡേറ്റ് ഒക്കെ നോക്കണത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് അടുത്ത പോലെ ഇതേ സമയത്ത് തന്നെ കാണും. പലപ്പോഴും എല്ലാ ജീവജാലങ്ങളും അത് കൃത്യമായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട് ഓരോരോ കാര്യങ്ങളും. തണുപ്പ്, അവർക്ക് തണുപ്പ് കിട്ടാൻ വേണ്ടിയാണ് പല മഡ്പാട്ടിൽ ഇത് വലിച്ചെടുക്കും. എപ്പോഴും മഡ്പാട്ടിലിങ്ങനെ ഇരിക്കുന്നത് ആണുങ്ങളായിരിക്കും. അതിന് മേറ്റ് ചെയ്യുമ്പോൾ ഇവർക്ക് കൈമാറ്റം ചെയ്താൽ പെട്ടെന്ന് മുട്ടയിടാനും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കും. അതിനു വേണ്ടിയാണ് ഇവരിങ്ങനെ മഡ്പാട്ടിങ്ങൊക്കെ നടക്കുന്നത്. അപ്പോൾ ഈ സീസണിൽ അങ്ങനെ കൂടുതൽ പൂമ്പാറ്റകളെ കാണാൻ അത് നിങ്ങൾക്ക് കാണാൻ പറ്റിയല്ലോ, ഭാഗ്യം. അതൊരു ഭാഗ്യമാണ്. പിന്നെ വേറെ ഒന്നും പറയാൻ വന്നത് ഞാൻ മറന്നുപോയി.